ഉത്തുലുബ് മതാബൻ ഭിന്നദാമത്തി. തൗബക്ക് ആദ്യം വേണ്ടത് ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളിലുള്ള ഖേദാണ്. എന്തല്ലോ ചെയ്തു പോയി റബ്ബേ, ഒന്നും നിന്നെ ധിക്കരിച്ചിട്ട് ചെയ്തതല്ല. ചെയ്തു പോയ തെറ്റിൽ അപാരമായ ഖേദം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വബി അസ്മി തർക്കി തമ്പി ഫീമസ്തഖ്ബല, ആ തെറ്റ് ഭാവിയിൽ ഇനി ചെയ്യാൻ നിൽക്കൂല. ചെയ്ത തെറ്റിൽ ഖേദം ആത്മാർത്ഥതയോടെ ആണെങ്കിൽ പിന്നെ ആ തെറ്റ് മൂപ്പര് ചെയ്യൂല. ചെയ്ത തെറ്റിൽ ഖേദം വെറുതെ ആണെങ്കിൽ ആ തെറ്റ് പിന്നെയും മൂപ്പര് ചെയ്യാൻ സാധ്യതയുണ്ട്. അതാണ് അതിക്കിന്റെ കടപ്പൻ. അങ്ങനെയാണ് ഉത്തുലുബ് മതാബൻ ഭിന്നദാമത്തി മുഖ്ലിഅ. ചെയ്ത തെറ്റിൽ നിനക്ക് ആത്മാർത്ഥമായ ഖേദം ഉണ്ട്. അല്ല തന്ന അനുഗ്രഹങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് അള്ളാൻ്റെ ഉമ്മ നീ ധിക്കാരെല്ലാം ചെയ്തില്ലേ, ഈ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കില്ലാത്ത തെറ്റെന്താ ഉള്ളത്, ആഖിറത്തിൽ എന്നെക്കുറിച്ച് എന്തായിരിക്കും ഇപ്പം പറയാ. ഉപ്പാപ്പയുടെയും ഉമ്മാമ്മയുടെയും സോൺ ഡിവിഷൻ നേതാക്കളെ മുമ്പെന്നോ അമ്പിയാക്കളെ ഔലിയാക്കളെ മുമ്പെന്നോ എൻ്റെ തെറ്റൊക്കെ വായിച്ചാൽ എന്തായിരിക്കും അവസ്ഥ. അപ്പം ഇയാൾക്ക് ചെയ്ത തെറ്റിൽ ഭയങ്കര ഖേദം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും വബി അസ്മി തർക്കി തമ്പി ഫീമസ്തഖ്ബല, ഭാവിയിൽ ആ തെറ്റ് മൂപ്പര് ചെയ്യൂല, ഉറപ്പ് ചെയ്യൂല. ആ തെറ്റ് ഖേദം ആത്മാർത്ഥത ആണെങ്കിൽ അതാണ് ശരിക്കും തൗബ എന്ന് പറഞ്ഞാൽ. തൗബന് 16 അർത്ഥമുണ്ട്. അതിലൊരർത്ഥമാണ് റജ, മടങ്ങുക. ഇപ്പം അടുത്തൊരു ക്ലാസ് ഒരു കുട്ടി ഒരു എഴുത്ത് തന്നു എനിക്ക്. ആ കുട്ടി ജീവിതത്തിൽ സംഭവിച്ചു പോയ കുറേ തെറ്റുകുറ്റങ്ങൾ ഓർത്തിട്ട് കരഞ്ഞുകൊണ്ടാണ് എഴുത്ത് തരുന്നത്. ആ എഴുത്തിൽ ലാസ്റ്റ് ആ കുട്ടി പറയണത്, എൻ്റെ 1ാം ക്ലാസ് 2ാം ക്ലാസ് ആ കാലത്തേക്ക് തിരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുന്നു. ആ കാലത്ത് എന്ത് തെറ്റാ നമുക്കറിയല്. അതാണ് റജ. തൗബ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുക. അള്ളാഹ്ക്കറിയാം നമ്മളാകുന്ന അടിമകൾ ചിലപ്പോഴൊക്കെ ചെയ്ത് പോകും തെറ്റ്. ഉടനെ തന്നെ തൗബ ചെയ്യണം, വേഗം നന്നാവണം. ആത്മാർത്ഥത്തോടെ തൗബ ചെയ്താൽ അള്ളാഹു എന്തായാലും നമ്മളെ സ്വീകരിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് ഒരാൾ മരണപ്പെട്ടപ്പോൾ മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു, അയാളെ വേണ്ട ജനാസ കർമ്മങ്ങളൊക്കെ ചെയ്യണം. അൻ ഗസ്സിൽഹു വ കഫിൻഹു വ ദഫിൻഹു വ സ്വല്ലി അലൈഹി. അയാളെക്കുറിച്ചാണെങ്കിൽ നാട്ടുകാർ മുഴുവനും ഫാസിഖ് എന്ന് പറഞ്ഞ് എഴുതി തള്ളിയതാണ്. അയാളെ മയ്യത്ത് ആരും എടുക്കണില്ല. അയാളെ മയ്യത്ത് സംസ്കരിക്കാനാണ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹിൻ്റെ ഓർഡർ കിട്ടിയത്. എല്ലാം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹിൻ്റെ അടുത്ത് വെച്ച്, ഇയാളെ എന്നെ തന്നെ ഏൽപ്പിക്കാൻ എന്താ കാരണം എന്ന്. അപ്പം അള്ളാഹു അയാളെ പറ്റിയിട്ട് അയാൾ മരിക്കുന്ന സമയത്ത് 5 വാക്കുകൾ മൂപ്പര് പറഞ്ഞു. ഒന്നാമത് മൂപ്പര് പറഞ്ഞത്, അള്ളാഹുവേ എനിക്ക് ഈ സ്വാലിഹീങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, നല്ലവരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, തങ്ങന്മാർ ഉസ്താമാർ എല്ലാം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവല്ലോ, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മൂപ്പര് മെല്ലെ പറയാ, ഞാൻ നല്ല ആളൊന്നല്ല. ശരിക്കും അത് കേൾക്കുമ്പോൾ നമുക്കെല്ലാം ഒരു പ്രതീക്ഷ. രണ്ടാമത് മൂപ്പര് പറയാ, എനിക്ക് തെറ്റുകാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. പക്ഷെ മൂപ്പര് തന്നെ അള്ളാഹിനോട് പറഞ്ഞു, ഞാൻ കുറേ തെറ്റെല്ലാം ചെയ്തിട്ടുണ്ടാവേ. 3 മൂപ്പര് പറയാ, എന്നെ സ്വർഗത്തിൽ കടത്തി എന്നതുകൊണ്ട് നിനക്ക് വല്ല സ്ഥാനവും കുറയുമെങ്കിൽ വേണ്ട റബ്ബേ, എന്നെ കൊണ്ട് നിനക്കൊരു കുറവും വേണ്ട. എന്നെ നരകത്തിൽ കടത്തി എന്നുകൊണ്ട് നിനക്ക് വല്ല ലാഭം ഉണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ, നിനക്ക് കിട്ടുന്ന ലാഭം ഞാനായിട്ട് കളയുന്നില്ല. 5 എനിക്ക് പുറത്തു തന്നു എന്നുകൊണ്ട് നിനക്ക് വല്ല ന്യൂനതയും വരുന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ലെങ്കിലും എന്നെ കൊണ്ടൊരു ന്യൂനതയും നിനക്ക് വേണ്ടാന്ന്. അള്ളാഹ് മൂസാ നബിയോട് ചോദിക്കുക, ഇനി ഈ മോനിക്ക് ഞാനെങ്ങനെ പുറത്തു കൊടുക്കാണ്ടിരിക്കുക, പാവല്ലേ. അള്ളാഹു അങ്ങനെയാണ്. അടിമകൾ അള്ളാഹിനെ കുറിച്ചിട്ട് എന്ത് വിചാരിക്കുന്നു അതിനനുസരിച്ച് അള്ളാഹു അയാൾക്ക് പുറത്തു കൊടുക്കും. അങ്ങനെയാണ് സംഭവം. ഒരാൾ നരകത്തിലേക്ക് വിധിക്കപ്പെട്ടിട്ട് നരകത്തിലേക്ക് പോകുമ്പോൾ അയാൾ തിരിഞ്ഞോക്കും. അയാൾ അള്ളാഹു തിരിച്ചു വിളിച്ചിട്ടേക്കും, നീ എൻ്റെ തിരിഞ്ഞോക്കുന്നത്. അല്ല, എനിക്ക് പെട്ടെന്നൊരു തോന്നൽ, നീ എന്നെ നരകത്തിൽ നിന്ന് മാറ്റിയിട്ട് സ്വർഗത്തിലേക്ക് കടത്തുന്നുണ്ടോ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിൽ വന്നതാണ്. നിനക്കങ്ങനെ തോന്നിയ സ്ഥിതിക്ക് ഇനി നിന്നെ നരകത്തിൽ കടത്താൻ പറ്റില്ലല്ലോ. നീ ബാമോനെ, എൻ്റെ പൊന്നാര ചെറുപ്പക്കാര്, നിങ്ങളോടാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ അള്ള എന്നെ കൈവിട്ടു എന്നോ ഞാൻ നന്നാവില്ല എന്നൊന്നും ഒരിക്കലും തോന്നരുത് എൻ്റെ ഹബീബുമാരെ.
നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പൊരിഞ്ഞ കരച്ചിലോടുകൂടി അള്ളാഹിലേക്ക് അടുത്ത് നോക്കി, ചെയ്തു പോയതാ റബ്ബ്, നിന്നെ ഞാൻ ധിക്കരിക്കോ, നീ ആരാണ് റബ്ബ്? ശരിക്കും നമ്മൾ അള്ളാഹിനെ ഭയങ്കരമായിട്ട് പ്രേമിച്ചു നോക്കി. ആ പ്രേമത്തിൻ്റെ ടേസ്റ്റ് ലോകത്തൊന്നിനും കിട്ടൂല. ചില ആളുടെ സംസാരത്തിൽ മുത്തുനബി പാവം, അള്ള ഗൗരവമുള്ള ആളെ പോലെ അത് തോന്നിപ്പോകും. മുത്തുനബിനെ ഇത്ര പാവാക്കിയത് അള്ളല്ലേ, ഫബിമ റഹ്മത്തിൻ മിനല്ലാഹി എന്നല്ലേ. മുത്തുനബിനെ ഇത്ര സോഫ്റ്റ് ആക്കിയത് അള്ളല്ലേ അല്ലേ? നമ്മൾ അള്ളാഹിനോട് നമ്മളെങ്ങനെ തെറ്റ് ചെയ്യുക? ശരിക്ക് നമ്മൾ ഉമ്മാൻ്റെ വയറ്റിലുള്ള ഗർഭപാത്രത്തിലുള്ള കാലം മുതൽ ഫുഡ് തരാൻ തുടങ്ങിയിട്ടില്ല അള്ളാഹു. അന്ന് നമുക്ക് പൊക്കിൾ കൊടിയിലൂടെ, പിന്നെ മുലപ്പാല്, പിന്നെ ബിസ്ക്കറ്റ്, പിന്നെ കഞ്ഞി, ചോറ്, ബിരിയാണി എല്ലാം എന്താ തരാത്തുള്ള നമുക്ക് ഇഫ്താർ അടക്കം തന്നില്ല. നമുക്ക് ഒന്നും ചിന്തിക്കണ്ട. നമുക്ക് മുത്തുനബിനെ തന്ന അള്ളയല്ലേ നമുക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിനേക്കാൾ റഹ്മത്ത് ആരെങ്കിലും ലോകത്ത്? ആ മുത്തുനബിനെ നമുക്ക് തന്നിട്ടില്ലേ? ഇല്ലേ? അപ്പം ആ അള്ളാഹിനെ നമ്മളെല്ലാം പ്രേമിക്കണം. അള്ളാഹിനെ പ്രേമിച്ചിട്ട് ഒരു 10 മിനിറ്റ് ദ്വാരക്കുമ്പോൾ കണ്ണെന്ന് വരുന്ന ഒരു കണ്ണീരുണ്ട്. എന്തൊരു ടേസ്റ്റ് ആയിരിക്കും ആ കണ്ണീര്! എന്തോ ഒരു ടേസ്റ്റ് ആയിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹുവിൻ്റെ അടുത്ത് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഞാൻ എന്തല്ലോ തെറ്റ് ചെയ്തു പോയി ഉസ്താദെ, എനിക്ക് തൗബ ചെയ്യണം എന്നുണ്ട്. ഞാൻ എനിക്ക് ദ്വാരം തരാം എന്ന് പറഞ്ഞിട്ട് ദ്വാരം കൊടുത്തു. ഇനി തെറ്റ് ചെയ്യരുത് കേട്ടോ. ഓക്കെ. പിന്നെ അയാൾ ചെയ്തു പോയി, ഇനി തെറ്റ് ചെയ്യരുത് കേട്ടോ. ഇല്ല. അങ്ങനെ അയാൾ 70 പ്രാവശ്യം തെറ്റ് ചെയ്തു. 70 പ്രാവശ്യം മഹാനവറുകൾ ദ്വാരം കൊടുത്തു. ഇനി മേലാളി ഇങ്ങോട്ടേക്ക് വന്നു പോയിനെങ്കിൽ എന്ന് പറഞ്ഞു. മൂപ്പര് പിന്നെയും ചെയ്തു പോയി തെറ്റ്. ഇയാൾക്ക് പോകാൻ പേടിയായിട്ട് ഉമ്മാനെ അയച്ചു. ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ ആ ചെറുപ്പക്കാരൻ്റെ മോന ഉമ്മയാണോ? അതെ. ഈ ഭാഗത്തേക്ക് ഇനി വരണ്ട, പോയിക്കോളി. എന്ത് തൗബ, ഇതെന്താണ്? ഈ ചെറുപ്പക്കാരനോട് ഇത് ഉമ്മ പോയിട്ട് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര കരച്ചിൽ വന്നു. ഇയാൾ പറഞ്ഞു, അള്ളാഹിനെ വിളിച്ചിട്ടാണ് അറിയും, എനിക്ക് ലാസ്റ്റത്തെ പ്രതീക്ഷ അസന്തങ്ങളായിരുന്നു, ഓറും എന്നെ കൈവിട്ടല്ല അല്ലാ, ഇനി ഞാനെന്തിനാ ജീവിക്കുന്നത്? മൂപ്പര് ഉമ്മാനോട് പറയാം, ഞാൻ മരിച്ചാൽ കുറ്റവാളിൻ്റെ തലയിലൊക്കെ കറുത്ത തുണിയിടുന്ന പോലെ ഇട്ടിട്ട് ഒരു നായനെ കഴുത്തിൽ കയറ് കിട്ടുന്ന പോലെ കെട്ടിയിട്ട് നാട്ടിലൂടെ എൻ്റെ ഇങ്ങനെ മയ്യത്ത് ഇങ്ങനെ വലിക്കണം. എന്നിട്ട് ഹാദാ മയ്യത്തു ഫാസിക്കിൻ, ഇതൊരു തമ്മാടിയുടെ മയ്യത്താന്ന് നിങ്ങൾ ഉമ്മ വിളിച്ചു പറയണമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു കഴിഞ്ഞ് ഈ ചെറുപ്പക്കാരൻ മരിച്ചു. ഈ കുട്ടീൻ്റെ തലയിൽ ഒരു തുണിയിട്ടിട്ട് കയറിട്ടിട്ട് താഴെ നിലത്തിടാൻ നോക്കുമ്പോൾ അള്ളാഹിൻ്റെ ഭാഗത്ത് നിന്ന് അശരീരി വന്നു, എൻ്റെ അടിമൻ്റെ മുഖാറ്റ നാട്ടുകാർ ചവിട്ടുന്ന ഭൂമിയിലിട്ടില്ലെങ്കിൽ പറഞ്ഞ കാല. ഹസനുൽ ബസരി തങ്ങളുടെ സ്വപ്നത്തിൽ അള്ളാഹിൻ്റെ ഓർഡറും വന്നു. എന്താ ഓർഡർ എന്നറിയാം? ഇനി ഏതെങ്കിലും തെറ്റുകാരനോട് തൗബയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വലിയൻ്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റുമെന്ന്. അല്ല പാവ റബ്ബല്ലേ നമ്മളെ റബ്ബ്. നമ്മളൊരിക്കലും നിരാശാൻ പാടില്ല. നിൻ്റെ മോനെ കൊണ്ട് അനക്ക് നാട്ടിൽ ഇറങ്ങാൻ കഴിയുന്നില്ലടി. എന്തേ? ഭർത്താവ് ഭാര്യനോട് പറയും, എന്തേ? ആടെ അതാ പള്ളിയിലെ ജനൽ പൊട്ടിച്ചിട്ട് അവൻ്റെ ക്രിക്കറ്റ് കളിച്ചിട്ട് 3ാമത്തെ പൊട്ടിക്കലാണ്. നിൻ്റെ മോനെ കൊണ്ട് ഞാൻ കുടുങ്ങി. ആരെ മോനെ കൊണ്ട്? നിൻ്റെ മോനെ കൊണ്ട്. അതങ്ങനെ പറയുള്ളൂ. കുരുത്തക്കേട് കാണിച്ച കുട്ടികളൊന്നും എൻ്റെ മോനല്ല എന്നുള്ള ഭാഷയിലെ ഉപ്പമാർ സംസാരിക്കുള്ളൂ. അതേസമയത്ത് അള്ളാഹു തെറ്റുകാരെ വിളിക്കുന്ന സ്നേഹത്തിൻ്റെ വിളി എന്താ അറിയാം? ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാ. ഓ തെറ്റ് ചെയ്ത എൻ്റെ അടിമകളെ. അവിടെ എൻ്റെ എന്നുള്ളത് ഒഴിവാക്കിയിട്ടാണ് വിളിക്കുന്നതെങ്കിൽ ഓ തെറ്റുകാരെ, തമ്മാടികളെ എന്ന വിളിയിൽ തെറ്റുകാർ പേടിച്ചു പോകും. അത് ആ പേടിക്കാണ്ട് നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഖുൽ യാ ഇബാദി, എൻ്റെ അടിമകളെ, എൻ്റെ അടിമ. അള്ളാഹ് എന്നെ വേറൊരു സ്ഥലത്ത് ചോദിക്കുന്നുണ്ട്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ, ഞാനല്ലാണ്ട് പിന്നെ ആരെങ്ങൾക്ക് പുറത്തേറേണ്ട മക്കളെ. എന്താണ് ആ സ്നേഹത്തിൻ്റെ ചോദ്യം? ഞാനല്ലാതെ പിന്നെ ആരെങ്ങൾക്ക് പുറത്തേറേണ്ട മക്കളെ? നോമ്പെല്ലാം നോറ്റിട്ട് തറാവിസ്കരിച്ച് സ്വലാത്തും കഴിഞ്ഞിട്ട് ഇവിടുന്ന് മജ്‌ലിസിൽ നിന്ന് ദ്വാരക്കുമ്പോൾ ഏതെങ്കിലും ഒരാൾക്ക് തോന്നാൻ പറ്റുമോ എൻ്റെ ദുആ സ്വീകരിക്കൂല? പിന്നെ എന്തിനാ ദ്വാരക്കണത്? സ്വീകരിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ ദ്വാരക്കണ്ടേ? കഷ്ടപ്പെട്ടിട്ടല്ലേ നമ്മൾ ഈ വെയിലത്ത് നോമ്പെടുത്തത്. നമ്മളെ കൊണ്ടാകുന്ന അത്ര 20ഉം വിത്തറും 3ഒക്കെ നിസ്കരിച്ചിട്ടല്ലേ ദ്വാരക്കണത്. അപ്പം എൻ്റെ റബ്ബ് സ്വീകരിക്കും എന്ന് വിചാരിക്കണം. ചെറിയൊരു ചരിത്രം വർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ നിർത്താൻ. അസ്സഹറുൽ ഫാഹിഹ് ഫീമൻ തനസ്സഹ മിനൽ ദുനൂബി വൽ കബാഹി എന്ന കിതാബിലുള്ള ചരിത്രം. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത് മഴ ഇല്ലാതായപ്പോൾ
എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് മൂസാ നബി അലൈഹി സ്വലാം ദുആയിരുന്നു മഴ വേണമെന്ന്. എല്ലാവരും ഒരുമിച്ച് കൂട്ടി. അപ്പോൾ അള്ളാഹു പറഞ്ഞു മഴ തരൂല. എന്തേന്ന് വെച്ച് നിങ്ങളെ കൂട്ടത്തിൽ ഒരുത്തൻ 40 കൊല്ലം തമ്മാടിയായിട്ട് നടക്കുന്നുണ്ട്, ഓനുണ്ടാകും മഴ തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മൂസാ നബിക്ക് നല്ല വിഷമായി, ചൂടാവും ചെയ്യും. നാട്ടുകാരോട് ഒരുത്തനുണ്ട് പോലും ഇവിടെ മഴ കിട്ടാതിരിക്കാൻ ഓനാ കാരണം, ഇപ്പം ഇവിടുന്ന് പോയിക്കൊള്ളണം. 40 കൊല്ലം തമ്മാടിയായിട്ട് നടക്കുന്ന ഒരുത്തൻ, ഓനുണ്ടാകുമ്പോൾ ഇങ്ങനെ മഴ കിട്ടുക. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇത് എന്നെയാണ് പറയണത്. അയാളിങ്ങനെ ചിന്തിച്ച്, ഞാനിപ്പോൾ ഇവിടെ നിന്നാൽ എന്നെ കൊണ്ട് ആർക്കും മഴ കിട്ടൂല, ഞാനിവിടുന്ന് പോയാൽ എല്ലാവർക്കും മനസ്സിലാവും ഞാനാണ് ആ മഹാ തമ്മാടി. അയാളിങ്ങനെ ചിന്തിക്കുമ്പോൾ മൂസാ നബി പറയുന്നത് കേട്ടില്ല, ആരാണെങ്കിലും അയാൾ ഇവിടുന്ന് പോകണം എന്ന് പറഞ്ഞു. അയാൾ ആദ്യമായിട്ട് 40 കൊല്ലത്തിന് ശേഷം അയാളെ നാവ് അണ്ണാക്കിലേക്ക് ടച്ച് ചെയ്ത്, അപ്പം പേരുന്ന പേരിനാണ് അള്ളാഹ് എന്നുള്ളത്. അള്ളാ, ഈ നാട്ടുകാർ മുമ്പിൽ എന്നെ വഷളാക്കല്ല റബ്ബേ, ഞാൻ ഇനി ചെയ്യൂല പ്ലീസ്. എന്താ റബ്ബേ? അപ്പോഴേക്ക് ചറപറ മഴ പെയ്തു. അള്ളാഹ്ക്ക് അത്രേ വേണ്ടു. അള്ളാഹ് അങ്ങനെ ഭയങ്കര ഡിമാൻഡുള്ള രാജാവല്ല. അപ്പം മൂസാ നബി അലൈഹി സ്വലാം ചോദിച്ച്, ആരും പോകുന്നൊന്നും കണ്ടിട്ടില്ലല്ലോ, മഴ കിട്ടിയല്ലോ. അപ്പോൾ അള്ളാഹു പറഞ്ഞു കത്താബയിലയ്യ, ആ മോന് തൗബ ചെയ്തു. അള്ളൊരു തൗബ എന്ന് പ്രയോഗിച്ച സാധനത്തിൻ്റെ ടൈം ഉണ്ടെങ്കിൽ. അന്നേരം മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹിനോട് ചോദിച്ചു, എന്നാൽ അയാൾ എനിക്ക് കാണിച്ചു തരുമോ? അയാളല്ലേ ഇപ്പം ഏറ്റവും ഫ്രഷ് ഈ കൂട്ടത്തിൽ. ഇല്ല, കാണിച്ചു തരൂല. എന്തേന്ന് വെച്ച് 40 കൊല്ലം തമ്മാടിയായിട്ട് നടക്കുന്ന കാലത്ത് തന്നെ ആ മോനെ ഞാൻ ആർക്കും കാണിച്ചു കൊടുത്തിട്ടില്ല. ഇപ്പം കാണിച്ചെന്നാൽ നിങ്ങളെ മനസ്സിൽ 40 കൊല്ലം പണ്ട് തെറ്റ് ചെയ്ത ആളല്ലേ എന്ന് തോന്നൂലേ? അങ്ങനെയൊന്നും എൻ്റെ അടിമനെ വഷളാക്കാൻ എന്നെ കിട്ടൂല മൂസ. എന്തൊരു റബ്ബാന്ന് പറയുമ്പോൾ റബ്ബ്. ഒന്ന് സ്നേഹിച്ചു നോക്ക് മക്കളെ. വല്ലദീന ആമനു അശദ്ദു ഹബ്ബല്ലില്ല. മോമിനീങ്ങളായാൽ പ്രേമം മൂക്കും. ആരോട്? അള്ളാഹിനോട്. ഒരു രക്ഷയില്ലാത്ത പ്രേമമായിരിക്കും. അതുകൊണ്ടാണ് ഔലിയാക്കൾ മഹ്ശറിലെത്തിയാൽ അവരോട് സ്വർഗത്തിലെ മലക്കുകൾ വന്നിട്ട് കാണിച്ചു കൊടുക്കും. എന്ത്? സ്വർഗം കാണിച്ചു കൊടുത്തിട്ട് പറയും, ഇതാ മുന്തിരിത്തോട്ടം. എന്ത് മുന്തിരിത്തോട്ടം? റുമ്മാന്. എന്ത് റുമ്മാന്? കൊട്ടാരം. എന്ത് കൊട്ടാരം? ഹൂറുൽ ഐൻ, സ്വർഗസ്ത്രീകൾ. എന്ത്? ഇവർക്ക് സ്വർഗത്തിലൊന്നും വേണ്ട. അപ്പോൾ അള്ളാഹു ഈ ഔലിയാക്കളോട് മലക്കളേക്കും, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? അപ്പാണ് അവർ പറയാം, എൻ്റെ അള്ളാഹ് എടുത്ത് നമുക്ക് എൻ്റെ അള്ളാഹിനെ കാണണം. അത്തരം ഔലിയാക്കൾ മഹ്ശറിലെത്തിയാൽ ചോദിക്കും, അത്ര സ്വർഗം വേണോ നരകം വേണോ? അള്ളാഹിനോട് അവർ പറയും, നിൻ്റെ തൃപ്തിയാണ് വേണ്ടത്. ചോദിച്ചതിന് മറുപടി പറയടോ. സ്വർഗമാണോ വേണ്ടത് നരകമാണോ? നിൻ്റെ തൃപ്തി. എന്നെ നരകത്തിൽ കടത്തിയിട്ടാണ് നീ എന്നെ പ്രേമിക്കുന്നെങ്കിൽ അത് മതി. 2 റക്അത്ത് നിസ്കരിക്കാനുള്ള തൗഫീക്ക് വേണോ സ്വർഗം വേണോ? 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ചാൻസ്. എന്തേന്ന് വെച്ച്, സ്വർഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ശരീരത്തിന് സുഖിക്കാനല്ലേ. 2 റക്അത്താകുമ്പോൾ നിനക്ക് ഇഷ്ടമുണ്ടാവില്ലേ? അവർ അള്ളാഹിനെ പ്രേമിച്ചവരാ. അവർക്ക് വലൽ ഹൂറ് വലൽ ഹിസാൻ. അവർക്ക് സ്വർഗമൊന്നുമല്ല വലുത്, അവർക്ക് വലുത് അള്ളാഹുവാണ്. ആ മഅരിഫത്തിൻ്റെ ലോകത്തേക്ക് നമുക്ക് മെല്ലെ മെല്ലെ നടക്കണ്ടേ? അതിനാദ്യത്തെ കവാടം അതിക്കുക പറഞ്ഞു തൗബയാണ്. തൗബ. ആ തൗബയാണ് നമ്മൾ ഇന്നിപ്പോൾ ചെയ്യാൻ പോണത്. അള്ളാഹു നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ പുറത്തിരുമാറാവട്ടെ.